ഹലോ ഗൈസ്, മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പരമ്പരയിൽ ഇതൊരു ശീലമാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു, രക്ഷകരായിട്ട് ആരെങ്കിലും വരുന്നു, ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി പരമ്പര കുളമാകുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ, അല്ലെ? മഹാലക്ഷ്മി അപകടത്തിലാകുന്നു, അവിടെ രക്ഷകരായിട്ട് ആരെങ്കിലും വരുന്നു. പിന്നെ നമ്മുടെ കണ്ണനെ അപകടപ്പെടുത്താൻ നോക്കുന്നു, അവിടെയും രക്ഷകരായിട്ട് ആരെങ്കിലും ഒക്കെ വരുന്നു. ഇത് തന്നെ ഇവര് ഈ ശത്രുക്കൾക്കാണെങ്കിൽ നമ്മുടെ പ്രതാപനും മേഘനാഥനൊക്കെ, വാമദേവനും മേഘനാഥനൊക്കെ ആണെങ്കിൽ എത്ര തിരിച്ചടികൾ കിട്ടിയിട്ടും അവർക്കത് മനസ്സിലാകുന്നുമില്ല. അപ്പൊ ഇനി പരമ്പര എങ്ങനെയൊക്കെ തീരും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. മിക്കവാറും ഈ ഒരു ശ്രമം കൂടി പരാജയപ്പെടുന്നതോടെ നമ്മുടെ കരുണയുടെയും ഉണ്ണിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? നമ്മുടെ കരുണയാണെങ്കിൽ കുറെ നാളായിട്ട്, കുറെ ദിവസമായിട്ട് കട്ട കലിപ്പാണ്. കാരണം ഉണ്ണി ഒരു 10 പൈസക്ക് കൊള്ളാത്തൊരു ചെറുക്കനാണെന്ന് നമ്മുടെ കരുണയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നെയും നമ്മുടെ പ്രതാപൻ അച്ഛനാണ് ഇങ്ങനെ, കണ്ണനെ കൊന്നു കളയാൻ മോളെ, ഞാൻ ഏറ്റു, അങ്ങനെയെങ്കിലും നിനക്ക് സുഖാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷെ ഈ പ്ലാനുകളൊന്നും നടക്കുന്നില്ല. അപ്പൊ കരുണയ്ക്ക് സഹി കെട്ട അവസാനം നമ്മുടെ കമലേശ്വരം വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ പോയി അടയിരിക്കുന്ന ദൃശ്യങ്ങളായിരിക്കും നമുക്ക് മിക്കവാറും കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രതാപൻ എന്നാലും പഠിക്കില്ല, പിന്നെയും പിന്നെയും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെയും പിന്നെയും ആരെങ്കിലുമൊക്കെ രക്ഷകരായിട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും വന്നുകൊണ്ടും ഇരിക്കും. മിക്കവാറും മാർക്കോ എന്നേക്കുമായിട്ട് ഇവരുടെ ഒപ്പം നിന്ന് ഇവരുടെ കൂടെ അവർ സഞ്ചരിക്കുന്ന ആളായി മാറാനായിരിക്കും സാധ്യത. പണ്ട് നമ്മുടെ സാഗർ ഉണ്ടായിരുന്ന പോലെ, സാഗർ ചതിയനായിരുന്നു, എന്നാലും അതുപോലത്തെ ഒരു റോളില് മാർക്കോ വരാനായിരിക്കും മിക്കവാറും സാധ്യത കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.